പൈലറ്റിന്റെ സമയം കഴിഞ്ഞിട്ട് അയാൾ ഇറങ്ങി. ഞങ്ങളിപ്പോൾ ഉള്ളത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഒരു ദുരനുഭവം നമ്മളിങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, മണിക്കൂറുകളായിക്കൊണ്ട് കാലിക്കറ്റ് എയർപോർട്ടിൽ ഫ്ലൈറ്റിന്റെ ഉള്ളിലാണ്. മണിക്കൂറുകളായിട്ട് എന്താണെന്ന് സംഭവിക്കുന്നത് പോലും ഒരു ഇൻഫർമേഷൻ തരാതെ എന്തിനേറെ ഇന്നലെ യാത്ര ചെയ്യേണ്ട ഒരാളാണ്. ഇന്നലെ നമ്മളിവിടെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി ഇവിടെ എത്തുന്ന സമയത്താണ്, എയർപോർട്ടിൽ എത്തുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് ആ ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആണെന്നുള്ളത്. എന്നിട്ട് ഇവരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ ഇന്നലെ ഇവർ പറയുന്നത് കേട്ട് നമ്മൾ റിട്ടേൺ പോയി. തിരിച്ചു പോയിട്ട് ഇന്ന് അതേ സമയത്ത് 5:20 ഫ്ലൈറ്റിന് നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റ് എടുക്കുമെന്നുള്ള തീരുമാനത്തിൽ നമ്മളിവിടെ എത്തി. ഫ്ലൈറ്റിൽ കയറിയിരുന്ന് അറൌണ്ട് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിന് അടുത്തായിട്ടും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുന്നില്ല എന്ന് മാത്രമല്ല, ഫ്ലൈറ്റിന്റെ ഔദ്യോഗികമായിട്ട് ഒരാളും നമുക്ക് ഒരു വിശദീകരണം തരുന്നില്ല, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ തരുന്നില്ല. എന്താണ് കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഡിലേ ആവുന്നത്? ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ, ഇതിന്റെ റീസൺ അറിഞ്ഞപ്പോഴാണ് പൈലറ്റിന്റെ സമയം കഴിഞ്ഞിട്ട് അയാൾ അതിന് മുന്നേ അവർക്ക് ഒരു എഞ്ചിനീയറിംഗ് ഇഷ്യൂ എന്തോ ഉണ്ടായിരുന്നു, തകരാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് സോർട്ട് ചെയ്യാനായിട്ടായിരുന്നു ഞാൻ അവരോട് സംസാരിച്ചവർ അങ്ങനെ പറഞ്ഞു. ആദ്യം എന്തോ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അത് സോർട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം അവർ കുറച്ച് ഡിലേ ആയത്. ആ ഇഷ്യൂ തകരാറ് സോൾവ് ചെയ്തതിന് ശേഷം അവരുടെ ക്രൂസിന്റെ, അവരുടെ പൈലറ്റ്സിന്റെ ടൈമിന്റെ ഷിഫ്റ്റിംഗ് അവർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത ടീം വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതൊരു സ്ഥിരം പരിപാടിയാണ്, ഇത് ആദ്യമായിട്ടല്ലത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ യാതൊരു ഉത്തരവാദിത്തമില്ലാത്ത സ്റ്റാഫുകളും അവര് ശരിക്ക് 1/2 കിലോ കൂടുതൽ ആയി കഴിഞ്ഞാണെങ്കിൽ 1500 റുപ്യ വാങ്ങാം. ഞങ്ങൾ എത്താൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ മുമ്പേ നമ്മൾ 5 മിനിറ്റ് വൈകിപ്പോയതാണെങ്കിൽ അവർ നമ്മളെ കടത്തി വിടൂല. അപ്പൊ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കുകയും സാധാരണക്കാരെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടെടുക്കുക. ഓരോ ആൾക്കാരും ഇതിന്റെ അകത്ത് ഇതുപോലെ നമുക്ക് അനുഭവങ്ങൾ വരുമ്പോൾ പ്രതികരിച്ചാലേ പിന്നീട് റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സിസ്റ്റം മാറാൻ പോകുന്നില്ല. റെസ്പോണ്ട് ചെയ്തേ മതിയാവുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യണം. അപ്പൊ ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ചിട്ട് ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അധികാരികളിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക.